വെൽക്കം ടു ഡ്രീം ഡ്രൈവ്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മെർസിഡീസ് ബെൻസ് GLA 200. മെർസിഡീസ് ബെൻസിൻ്റെ ഒരു പ്രസൻസ്, അതായത് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സിലുള്ള ഒരു പ്രസൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സെഡാൻ സെഗ്മെൻറ്റ് ദേ ഹാവ് ദി സീരീസ്. അത് കമ്പീറ്റ് ചെയ്യുക ഓഡിയുടെ A6 അല്ലെങ്കിൽ BMW 5 സീരീസ് ആയിട്ടാണ്. വേറെസ് SUV സെഗ്മെൻറ്റിലാണെങ്കിൽ ദേ ഹാവ് ദി M സീരീസ്. അത് കമ്പീറ്റ് ചെയ്യുക ഓഡി Q5 അല്ലെങ്കിൽ BMW X5 ആയിട്ടാണ്. പക്ഷേ ഒരു എൻട്രി ലെവൽ SUV സെഗ്മെൻറ്റിൽ, അതായത് എസ്പെഷ്യലി ഇന്ത്യയിൽ കഴിഞ്ഞൊരു 3 to 4 years ആയിട്ട് എക്സ്ട്രീംലി പോപ്പുലർ ആൻഡ് ഹാപ്പനിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ്. ദാറ്റ് ഈസ് BMW X1 ആയാലും ഔഡിയുടെ Q3 ആയാലും എക്സ്ട്രീംലി അധികം മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തൊരു സെഗ്മെൻറ്റ്. അതിലേക്കൊരു പ്രസൻസ് മെർസിഡീസ് ബെൻസിന് ഇല്ലായിരുന്നു. സോ ആ ഒരു സെഗ്മെൻറ്റിലേക്കാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് GLA 200. GLAയുടെ ലുക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് ഒരു ചെറിയ രീതിയിൽ A ക്ലാസിൻ്റെ ഒരു റിസംബ്ലൻസ് നമുക്ക് തോന്നും. ബട്ട് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഒരു ലാർജർ ഫീലിംഗ് ഉണ്ട്. ദാറ്റ് ഈസ് ആ ഒരു SUV ഫീൽ തരുന്ന രീതിയിൽ ഇറ്റ് ഈസ് ഹെവിയർ, ബൾക്കിയർ, ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും, ഒരു മസ്കുലർ ഫീൽ. ആൻഡ് പിന്നെ ഒരു ബെൻസ് ഏറ്റവും എടുത്ത് പറയേണ്ടത് അതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലിനെ കുറിച്ച് ആണ്. സോ അതിൽ നമുക്കൊരു 2 ഹൊറിസോണ്ടൽ സ്ട്രിപ്സ് വന്നിട്ടുണ്ട്. അതിലൊരു സിൽവർ ഗ്ലോസി ഇഫക്റ്റ് അല്ലെങ്കിൽ കളർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ സെൻറ്ററിൽ യു ഹാവ് എ ക്രോം സ്ട്രിപ്പ്. ആൻഡ് ഇത് 2 സൈഡിൽ നിന്ന് വന്ന് ജോയിൻ ചെയ്യുന്ന ഏരിയയിൽ ഇസ് വേ യു ഹാവ് ദ ലോഗോ. സോ റിയലി ബിഗ് ലോഗോ, മാക്സിമം വിസിബിലിറ്റി. ഒരു ഫസ്റ്റ് ലുക്കിൽ തന്നെ ഇത് ബെൻസ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഏറ്റവും അഡ്വാൻറ്റേജ് തരുന്ന രീതിയിലാണ് ലോഗോ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ പുറകിലുള്ള ആ ഒരു മെഷിൻ്റെ പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിലും, 2 സൈഡിലുമുള്ള ആ ഒരു മെഷ് എന്ന് വെച്ചാൽ ഒരു കർവ്ഡ് ടൈപ്പ് മെഷ് ഡിസൈനാണ്. വേറെ ലോഗോൻ്റെ അകത്തേക്ക് വരുമ്പം ഒരു ഡയമണ്ട് ടൈപ്പ് മെഷാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ലോഗോ കുറച്ചും കൂടെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ആൻഡ് ഒരു ബമ്പറിൻ്റെ ലോവർ പോർഷനിലേക്ക് വരുമ്പം ബോഡി കളർ കഴിഞ്ഞിട്ട് ചെറിയൊരു ഏരിയയിൽ ഒരു ബ്ലാക്ക് കളർ വരുന്നുണ്ട്. ആൻഡ് ദെൻ യു ഹാവ് അഗൈൻ ഒരു സിൽവർ ടൈപ്പ് ട്രീറ്റ്മെൻറ്റ് ആ ഒരു വെൻറ്റിനെ ചുറ്റുന്ന രീതിയിൽ, സറൗണ്ട് ചെയ്യുന്ന രീതിയിൽ. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദി ഹെഡ്ലൈറ്റ്സ്, ബൈസെനോൺ ഹെഡ്ലൈറ്റ്സ് ആണ് പ്രൊജക്ടർ സ്റ്റൈൽ. അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സിൻ്റെ ഒരു പാറ്റേൺ, അത് എസ്പെഷ്യലി ലൈറ്റ്സ് ഓൺ ആകുമ്പോൾ നമുക്കത് കാണാം. വെൻ ദ കാർ ഇസ് മൂവിങ് ഒരു 2 നല്ല സ്ട്രോക്ക് എന്ന രീതിയിൽ ഇവിടെയും അവിടെയും വരുമ്പോൾ ഇറ്റ് ലുക്സ് വെരി ബാലൻസ്ഡ്. ആൻഡ് അതിന് മേളിൽ LED സ്റ്റൈലിൽ യു ഹാവ് യുവർ ഇൻഡിക്കേറ്റേഴ്സ്. ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും നമുക്ക് ആ ഒരു A ക്ലാസ് ബെൻസിൻ്റെ ആ ഒരു ഡിസൈൻ എലമെൻറ്റ് നമുക്ക് നല്ല രീതിയിൽ കാണാം. ദാറ്റ് ഈസ് ഹെഡ്ലൈറ്റിൻ്റെ ടിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഷോൾഡർ ലൈൻ വിച്ച് ഗോസ് സ്ട്രേറ്റ് ലൈക്ക് ദിസ്. സോ അത് നമുക്ക് അഗൈൻ A ക്ലാസ് ബെൻസിലൊരു ഡിസൈൻ പാറ്റേൺ ആണ്. സിമിലർലി ആ ഒരു ലോവർ പോർഷനിലും വരുന്നൊരു കർവ്ഡ് ഡിസൈൻ ബോഡി ഷേപ്പ്, അതും അഗൈൻ A ക്ലാസ് ബെൻസിലൊരു വളരെയധികം ഇൻസ്പിറേഷൻ എടുത്തൊരു ഡിസൈൻ എലമെൻ്റ് ആണ്. പിന്നീട് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് ശ്രദ്ധിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അതായത് ഇത് മച്ച് ഹയർ ആണ്. ഇറ്റ്സ് അബൌട്ട് 183 mm. അത് ആ ഒരു SUV സെഗ്മെൻറ്റിലേക്ക് പോകുന്നതുകൊണ്ട് വരുന്ന ആ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ആ ചേഞ്ചാണ്. പിന്നെ നമുക്ക് വിൻഡോസിൻ്റെ ലോവർ പോർഷനിൽ നമുക്ക് ആ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഇഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ ടോപ്പിൽ റൂഫ് റെയിൽസിലും വന്നിട്ടുണ്ട്. ആൻഡ് B പില്ലേഴ്സിലായാലും A പില്ലേഴ്സിൻ്റെ ഒരു ഇന്നർ പോർഷനിലാണെങ്കിലും റൂഫിലും കുറേ സ്ഥലത്ത് ബ്ലാക്ക് ഗ്ലോസി ഇഫക്റ്റാണ് ചെയ്തിരിക്കുന്നത്.
ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദ വീൽസ്, ഇതിൽ 18-inch അലോയ് വീൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഔട്ട്സൈഡ് റിയർ വ്യൂ മിറേഴ്സിലും ടേൺ ഇൻഡിക്കേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു എൻട്രി ലെവൽ SUV എന്നുള്ള ഒരു ഫീൽ ശരിക്കും മനസ്സിലാവുന്നത്. ബിക്കോസ് ഓഫ് ദ സൈസ്, അത് ആ ഒരു കോമ്പാക്ട്നെസ് നമുക്ക് മനസ്സിലാവും. ഒരു സ്മൂത്ത് കർവാണ് ഫ്രം ദ ടോപ്പ്. അതിന് ആ ഒരു സ്പോയിലർ നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആ ഡിസൈൻ എലമെൻറ്റ്. ആൻഡ് ടുവേർഡ്സ് ദ സെൻറ്റർ വരുമ്പോഴത്തേക്കും അത് കറക്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് വേർ ദ ലോഗോ ഇസ്. ആൻഡ് അതിന് തൊട്ട് താഴെ ദർ ഇസ് എ ക്രോം സ്ട്രിപ്പ്. അത് 2 ടെയിൽ ലാംപ്സിനെയും കണക്ട് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഒരു കുറച്ചുകൂടെ വൈഡർ ഫീലിംഗും നമുക്ക് കിട്ടും. ആൻഡ് ടെയിൽ ലാംപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഗൈൻ ടുവേർഡ്സ് ദി ഔട്ടർ പോർഷനാണ് ഇതിൻ്റെ മെയിൻ ലൈറ്റ് വരുന്നത്. പക്ഷേ ഹെഡ്ലൈറ്റ് ഓൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഫുൾ ഒരു C ഷേപ്പിൽ LED റെഡ് ലൈറ്റിംഗ് നമുക്ക് വരുന്നുണ്ട്. ആൻഡ് ഇവിടെയും ചെറിയൊരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ബേസിക്കലി ലഗേജ് മൂവ് ചെയ്യുന്ന സമയത്ത് സ്ക്രാച്ചസും അങ്ങനത്തെ ഇതൊന്നും ബോഡിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊട്ടക്റ്റീവ് ഷീറ്റ് പോലെ വന്നിട്ടുണ്ട്. ആൻഡ് ടുവേർഡ്സ് ദ ലോവർ സൈഡ് ഓഫ് ദ ബമ്പർ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഒരു ഡ്യുവൽ കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. ബ്ലാക്ക് വരുന്നുണ്ട്, അതിൻ്റെ താഴെ ഒരു സിൽവർ കളർ ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ അഗൈൻ യു ക്യാൻ സീ ദ ഡ്യുവൽ എക്സോസ്റ്റ് which again ആ ഒരു സ്പോർട്ടി ഫീലിംഗിന് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് റിഗാർഡിംഗ് ദ ബൂട്ട്, നമുക്ക് ഒരു 421 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് സ്റ്റോറേജ്. ആൻഡ് സ്റ്റെപ്പിനി വീല് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. സോ ദാറ്റ് ഈസ് ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട് സോ ദാറ്റ് ഇറ്റ് ലുക്സ് നീറ്റ്. ആൻഡ് ഐഡിയലി ബിക്കോസ് ദ ടയേഴ്സ് ആർ സപ്പോസ് ടു ബി സേഫ്, നമുക്കിത് ആക്ച്വലി റിമൂവ് ചെയ്തും ട്രാവൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ദിസ് ഈസ് ദ വേ യു ക്യാൻ യൂസ് ഇറ്റ്.